പട്ടാളക്കാരനെ പറ്റിച്ചതിന്റെ ചെലവ് അല്ലേ നേതാവേ? അവന്റെ അമ്മയുടെ ഒരു രാജ്യസ്നേഹം, ഒരു സുബൈദാർ അബൂബക്കർ. അതിന്റെ മോനെ വിടില്ല, ഞാൻ വിടില്ല, നിന്നെ വിടില്ല. വെള്ളം കുടിക്കും. ഓമൂട്ടിനെ എനക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ മറക്കരുത്. അന്നെ കെട്ടിത്തൂക്കാൻ കൂട്ടുന്ന ഒരു നായിന്റെ മക്കളെ മറക്കരുത്. ഈ നാടിനെ ചുട്ടുകരിക്കുന്ന ഹിമാറുകളെ തായ്പേര് അറക്കാനാ എന്റെ മോന് പടച്ചും പിന്നെ തൂക്കിട്ടത്. ഞമ്മടെ തൂക്കൂല, തോക്കരുത്. മോൻ വിഷമിക്കരുത്. വയസ്സായാലും ഒരു ബാല്യക്കാരന്റെ കരുത്തുമായിട്ട് എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടാവും. നിനക്കെന്താടാ വട്ടുപിടിച്ചോ? എങ്ങനെ പിടിക്കാതിരിക്കും? നീ ഇത് കണ്ടില്ലേ? നിരവധി ഉദ്യോഗസ്ഥന്മാരുടെയും മജിസ്ട്രേറ്റിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ തൂക്കിക്കൊന്നവന്റെ ഒരു കിടപ്പേ. മരിച്ച് കബറടക്കം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുക. ഇനി നരകത്തിലോട്ടെ ഇവനെ ഞാൻ വിടൂ. അയാളോടുള്ള വൈരാഗ്യം തീർക്കുകയോ അയാളെ നരകത്തിലേക്ക് വിടുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഇപ്പൊ ഈ വാർത്ത വിറ്റ് കാശാക്കാന്നുള്ള. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആ മലയാള ഭൂമി നമുക്ക് മേടിക്കണം. 2 ലക്ഷം? പിന്നല്ലാതെ ലോകം മുഴുവൻ ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയും ചിത്രങ്ങളും ആ മേശപ്പുറത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 അല്ല 4 ലക്ഷം തന്നു വാങ്ങാൻ ആളുണ്ട് ഇവിടെ. എടാ, ഈ വണ്ടിക്ക് വളയം പിടിക്കുന്നതല്ല ജേർണലിസം, അതറിയാവോ? അപ്പൊ നീ എല്ലാ വിവരവും പത്രക്കാരോട് പറഞ്ഞു? അത് ശരി, അത്രയ്ക്ക് മണ്ണുണ്ണിയാ ഞാൻ. അവര് തിരിച്ചും മറിച്ചും ചോദിച്ചു, ഞാൻ വിടുവോ? ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ന്യൂസ് ആണെന്ന് മാത്രം പറഞ്ഞു. രാവിലെ ഫോട്ടോയുമായി ചെന്ന് സംസാരിക്കാന്നാ പറഞ്ഞു. നീ വന്നേ, പോകാം. കൂടപ്പറപ്പിനെ പോലെ കൂടെ കൊണ്ടു നടന്ന് എന്നോട് തന്നെ ഇത് ചെയ്യണവടാ. നന്ദി കേട്ടവനെ. ഇത് വെച്ച് വില പേശുകയാണ് നീ അല്ലേ? ഞങ്ങളുടെയൊക്കെ ജീവൻ പണയം വെച്ച് നിനക്ക് പണക്കാരനാവണം അല്ലേ? നിനക്ക് കാശാണ് വേണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനില്ലടാ പട്ടി. ഡോക്ടർ സാറേ, ഈ പടങ്ങൾ കൊടുത്ത് കാശ് വാങ്ങുന്നതിന്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന്റെ വിലയാ, അറിയോ? ഇന്നലെ വരെ ജോൺ സാർ പറയുന്നല്ല എന്തും ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാ സാറ് പറഞ്ഞപ്പോ ആംബുലൻസ് എടുത്ത് ഞാൻ ഓടിയത്. പക്ഷേ ആരെ രക്ഷിക്കാനും നിങ്ങൾ എന്നെ ഉപയോഗിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് പുച്ഛമാ ഡോക്ടർ ജോണിനോട് തോന്നിയത്. പരമപുച്ഛം. നാട് ചുട്ടരിച്ച ഒരു രാജ്യദ്രോഹിയെ ഇരുചെവി അറിയാതെ കൊലക്കാരന് മുമ്പിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ. ആ കച്ചവടത്തിൽ എന്താ നിങ്ങളുടെ ലാഭം? നിർത്താ. നീ ഞങ്ങളെ കുറിച്ച് എന്താ കരുതിയത്? രവി, നീ സത്യം അറിയാതെയാ സംസാരിക്കുന്നത്. നീ കരുതുന്നൂലൊന്നുമല്ല കാര്യങ്ങൾ. അബു നിരപരാധിയാ. നിരപരാധി അബൂബക്കറിന് മാർക്കിടാൻ എനിക്ക് നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട, എന്റെ അനുഭവം മതി. ബുദ്ധിയുറക്കാത്ത പെങ്ങളെയും കൊണ്ട് തളിയൂർ ശങ്കരമഠത്തിൽ ഭജനമിരിക്കാൻ പോയതാ എന്റെ അമ്മ. തളിയൂർ ഭഗവതിയുടെ ആറാട്ടിന്റെ അന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ അമ്മ പിന്നെ മടങ്ങി വന്നിട്ടില്ല. ആനക്കൊട്ടിലെ തകർന്നു വീണ മേൽക്കുരയ്ക്ക് താഴെ തലയില്ലാതെ കിടന്ന എന്റെ അമ്മയുടെ ജഡമ പിന്നെ ഞാൻ കാണുന്നത്. ചികിത്സിച്ചാൽ മാറുമായിരുന്ന എന്റെ പെങ്ങളുടെ ബുദ്ധിഭ്രമം മുഴുവൻ ഭ്രാന്തായി മാറി. അവനാ ആ ദ്രോഹി ഇതിനെല്ലാം കാരണം. എന്റെ ജീവിതം അവൻ തകർത്തത്. രണ്ടാമത് അവന്റെ കഴുത്ത് തൂക്കുകയറിട്ട് മരണം വരെ തൂക്കുന്ന എനിക്ക് കാണണം. രവി, നിന്റെ മനസ്സെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിനക്കറിയൂ, തളിയൂര ബോംബ് സ്ഫോടനത്തിൽ നിന്റെ അമ്മയെപ്പോലെ തന്നെ എന്റെ ഭാര്യയും മരിച്ചതാ. എന്നിട്ടും ഞാൻ അബൂബക്കറെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ഒരു നിമിഷം അത് നീ ആലോചിക്കുക. നീ അറിഞ്ഞു വെച്ചതൊന്നും സത്യമല്ല രവി. ലോകം മുഴുവൻ അബൂനെ കുറ്റവാളി എന്ന് വിളിച്ചാലും ഞങ്ങൾക്കതാവില്ല. കാരണം ഞങ്ങൾക്ക് സത്യം അറിയാം. എന്ത് സത്യം? അബൂബക്കർ ആനക്കൊട്ടിൽ ബോംബ് വെക്കുന്നത് നേരിട്ട് കണ്ടതാ ശങ്കരമഠത്തിലെ ആത്മസ്വരൂപ സ്വാമികള്. സ്ഫോടനത്തിന്റെ പിറ്റേന്ന് ആശ്രമത്തിലെ പ്രഭാഷണത്തിൽ സ്വാമി അത് പറയുകയും ചെയ്തു. അതിനപ്പുറം എന്ത് സത്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശങ്കരമഠത്തെ പറ്റിയും ഇനി കള്ളക്കഥ ഉണ്ടാക്കണോ? ഞങ്ങൾ പറഞ്ഞൊന്നും കള്ളക്കഥയല്ല. ശങ്കരമഠത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ സ്വാമി ആത്മസ്വരൂപൻ
അയാൾ ആരാണെന്ന് നിനക്കറിയോ? സ്വാമി ആത്മസ്വരൂപനെ ഇന്നും പ്രാർത്ഥനയ്ക്ക് കണ്ടില്ല. ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ കാര്യങ്ങൾക്കായി മന്ത്രിയെ കാണാൻ പോകുന്നു പറഞ്ഞിരുന്നു. ആശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ആശ്രമത്തിലെ ദിനചര്യകൾ പോലും മുടക്കി കച്ചവടത്തിന് ഇറങ്ങേണ്ടതുണ്ടോ? സ്വാമി വരുമ്പോ നമ്മെ കാണാൻ പറയൂ. ഹരിയോ, നാം വൈകിയോ? ലേശം. ദൈവത്തിന്റെ സ്വന്തം ആളായതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. SP അമ്മാനെ കണ്ടില്ലല്ലോ. മൂപ്പരുടെ വണ്ടി ഹോട്ടൽ സീക്കിങ്ങിന് മുന്നിൽ കിടക്കണുണ്ടോ? മെസ്സേജ് എത്താറായോ? അതൊക്കെ എത്തിക്കഴിഞ്ഞു. കറിയാച്ചനോട് വന്നിട്ട് സംസാരിക്കാം. വന്നു എന്ന് തോന്നുന്നു. ആ സപ്പർ പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ RDX എത്തിച്ചിട്ടുണ്ടാവും. അത് സ്വാമിയുടെ കയ്യിൽ ഏൽപ്പിച്ചാ പിന്നെ അയാളുടെ പണി കഴിഞ്ഞല്ലോ. അതെ, അത് കഴിഞ്ഞുള്ളതാണല്ലോ തല പോണ പണി. നമസ്കാരമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ പാക്കപ്പലെ കുറെ സായിപ്പന്മാരെത്തിയിട്ടുണ്ട്. അവർക്ക് KTDCയുടെ വക ഡിന്നർ ഹോട്ടൽ സീക്കിങ്ങിൽ. പാക്കപ്പലെന്ന സാധനം പൊക്കിയെടുക്കാൻ കുറെ പാടുപെട്ടു. പിന്നെ ഈ കാക്കിയുടെ ബലം കൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു എന്ന് പറയാം. പിന്നെ സ്വാമിയെ, ആശ്രമത്തിലേക്ക് പൂക്കൾ തരുന്ന കടയിലെ 2 കൂടകളിൽ നമ്മുടെ സാധനം അടയാളെ വിട്ടിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് സ്വാമിയുടെ തിരുശിരസില. പൊന്നമ്പുരാനെ വിളിച്ചോണ്ട് പണി തുടങ്ങിക്കും. എന്റെ പെട്ടി എവിടെ? ദേ അതിലൊന്നും തനിക്ക. എന്റെ പരിമല തിരുമേനി, 3 മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഓരോ കേസ് ഒത്തു വന്നിരുന്നെങ്കിൽ തറവാടൊന്ന് പച്ച പിടിച്ചേനെ. മുഹമ്മദ് സാറേ, എങ്ങനെയൊക്കെയാ പരിപാടി? കോടിക്കണക്കിന് കാശ് തരുന്നവരോട് കൂറ് കാണിക്കണമല്ലോ. ദേ എന്തിനും അടിയാൻ റെഡി. നിർദ്ദേശം കിട്ടിയാ സപ്പറിന്റെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 10 മണിക്ക് തളിയൂരമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിപ്പ് സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന ആനക്കൊട്ടലിന്റെ അടുത്ത് സ്ഫോടനം നടക്കണം. 200 പേരെങ്കിലും മരിക്കുമെന്ന സപ്പറിന്റെ കണക്കൂട്ട്. എന്താ ഞെട്ടുന്നത്? ഒന്നുമില്ല. ഇതുകൊണ്ട് മാത്രമായില്ല. തളിയൂരമ്പലം കത്തിത്തീർന്ന പിറ്റേ ദിവസം താരേക്കാട്ട് മദ്രസയ്ക്കുള്ളില ബോംബ് വയ്ക്കാൻ പോകുന്നു. ഈ 2 സ്ഫോടനങ്ങളോട് കൂടി കേരളത്തിലേക്കുള്ള അൽ ജിഹാദിന്റെ പടയോട്ടത്തിന് തുടക്കം കുറിക്കും. താനെന്താണോ നോക്കുന്നത്? അതിന് വേറെ പണപ്പെട്ടി വരുവോടോ? മതി, അത് മതി. ഇമെയിൽ മെസ്സേജിൽ ആനക്കൊട്ടിലിന്റെയും അമ്പലത്തിന്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദേ നോക്ക്. സപ്പറിന്റെ മെസ്സേജ് അനുസരിച്ച് ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കുന്നവർ സ്വാമിയെ വന്ന് കാണും. അവരെ വല്ല കാവിയോ പട്ടോ ഉടുപ്പിച്ച് സേഫായി അമ്പലത്തിലെത്തിക്കണം. വോയിസ് മെയില്. തികച്ചും ഗുരുതരമായൊരു പിഴ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അബൂബക്കർ എന്ന പട്ടാളക്കാരൻ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച കത്ത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന, കൈപ്പിഴ, അൽ ജിഹാദ് ഈ തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആയതിനുള്ള പരമാവധി ശിക്ഷ അള്ളാഹുവിന്റെ പേരിൽ സപ്പർ നടപ്പാക്കി കഴിഞ്ഞു. കരുതലോടെ നീങ്ങുക. അൽ ജിഹാദിന് വേണ്ടി നിങ്ങളുടെ സപ്പർ. ഈ പട്ടാളക്കാരൻ ആ ദാദാ സാഹിബിന്റെ മോനല്ലേ? പിന്നല്ലാതെ. ഈ ഹമുക്കിനെ കൊണ്ട് തോറ്റല്ലോ. കുട്ടി സാറേ, ആ പ്രിന്റ് ഔട്ട് ഇങ്ങെടുത്തേ. ഇനി ആ കഴിവുറ മോനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇത് നമ്മുടെ ബാബുവിന്റെ വണ്ടിയല്ലേ? അതെ. ബാബു, എടാ ബാബു, ബാബു, ഇപ്പൊ മനസ്സിലായോ സപ്പറിന്റെ വിധി എന്താണെന്ന്? ഒരു 10-20 കിലോ കോഴി കൂടെ വേണം കുട്ടപ്പ. നേരത്തെ കൊണ്ടുപോയി തികയിലെന്നാണ് വെപ്പുകാരൻ പറയുന്നത്. അപ്പൊ നാളെ ഐശ്വര്യ നിൽക്കാതെ പൊടി പൊടിക്കാൻ തന്നെ തീരുമാനം അല്ലേ? ഈ ക്ഷയരോഗം പിടിച്ച കോഴികളെ കൊണ്ടുപോയിട്ട് എന്തോന്ന് പൊടി പഠിക്കാനാ? ശരിയാ, വെറും എല്ലും തോലും മാത്രമേ ഉള്ളൂ. ഇതുങ്ങളെ ഈ ഹിന്ദി നടികളെ പോലെ സ്ലിംബൂട്ടി അവൻ നോക്കുന്നുണ്ടാ. ഇത് കണ്ട പൂജാഭദ്ര സ്റ്റൈൽ പിടി. ഒരു കുട്ട ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനെയും കൂടെ അതിലിട്ട് കൊണ്ടുപോകായിരുന്നു. ദേ,
കാർഗിൽ കുന്നിലൂടെ വലിയ പാറ്റട്ടാങ്കും തോളിലേറ്റി പാകിസ്ഥാനിലേക്ക് പുല്ലുപോലെ നടന്നു പോയിട്ടുള്ള ആളെ അബുക്ക. പിന്നെയാണ് നിന്റെ 3-4 കോഴി. അയ്യോ. പട്ടാളത്തെ പിടിച്ച് കളിക്കരുത് കേട്ടോ. കുട്ടപ്പ, നാളെ രാവിലെ കല്യാണത്തിന് നേരത്തെ എത്തിക്കണം കേട്ടോ. ഓ ഏത് പന്നിയുടെ മോനാണ് എറിഞ്ഞത്? എറിഞ്ഞത് ഞാനാ. പള്ളിക്കൂടത്തിന് മുമ്പിൽ കൂടെയുള്ള വഴിയായത്. മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കണമെന്ന് ട്രാഫിക് പോലീസുകാർ ചുമന്ന മഷി കൊണ്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കാതെ പാഞ്ഞങ്ങ് പോവാൻ ഈ പഞ്ചായത്തിനോട് ഒരു പന്നിയുടെ മോന് സ്ത്രീധനം കിട്ടിയതല്ല. നിലം തൊടാതെ പറക്കല്ലേ നാട്ടുകാരെന്നൊക്കെ. തന്റെയൊക്കെ തൽസ്വരൂപം വെളിവരാൻ ഇനി അധികം കാലം വേണ്ടി വരികയല്ല. അധികം വിസ്തരിക്കാതെ. ഇത് നീ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച പെറ്റീഷൻ അല്ലേ? MLA മുഹമ്മദ് കുട്ടി ചെര പഠിച്ചത് നീ പഠിച്ച കളരിയും നല്ലത് ഇപ്പൊ മനസ്സിലായല്ലോ. എടാ വേ, നീ ഇതെന്നാ കണ്ടോണ്ട ഈ നെകളിക്കുന്നേ? അന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ കൊല്ലാതെ വിട്ടതേ ഈ MLA പറഞ്ഞിട്ടാ. നീ പിന്നെ എന്നാ വിളുത്താനാ മിലിറ്ററിക്കാർക്ക് ഈ കോപ്പ് അയച്ചത്? സ്വാതന്ത്ര്യ സമരത്തിൽ വടിപിടിച്ചെന്ന് പറഞ്ഞൊരു തന്തയും പട്ടാളത്തിൽ പാട്ട് ഉരുട്ടെന്ന് പറഞ്ഞൊരു മോനും. ഈ ഇന്ത്യ മഹാരാജ്യം നിന്റെ ഉമ്മയ്ക്ക് ഇഷ്ടദാനം കിട്ടിയതാണോ? ഇത് ഇവിടം കൊണ്ട് നിർത്തിയേക്കണം. ഇനി കിടന്ന് വിളഞ്ഞാൽ കറിയാച്ചന്റെ തനിക്കൊണം നീ അറിയും. ശരിയാ. അന്ന് ഞാൻ ഓഫീസിൽ വന്ന് കാണുമ്പോ എനിക്ക് കറിയാച്ചൻ സാറിന്റെ ഒരു ഗുണം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കാഞ്ഞിരപ്പള്ളി ചക്രാമ്പറമ്പുകാരുടെ മുഴുവൻ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ടാ. ആ ഉള്ളത് പറഞ്ഞ തന്റെ അപ്പന്റെ ഉപ്പാപ്പന്റെയും കാര്യം വെച്ച് നോക്കുമ്പോ താൻ എത്രയോ പരിശുദ്ധ. തല്ലാൻ വരട്ടെ എസ് പി സാറേ. തല്ലാൻ സമയമാകുമ്പോ നമുക്ക് ഒരുമിച്ച് തല്ലാന്നേ, കൂട്ടത്തല്ലേ. അതിനു മുമ്പ് ഈ കൂടി നിൽക്കുന്നവരുടെ സാറിന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയൊക്കെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് ദോഷമാടാ തങ്കച്ചാത്? ഓ തഴക്കദോഷം. തഴക്കദോഷം. തഴക്കദോഷത്തിന്റെ പേരും പറഞ്ഞ് കുംഭസാരക്കൂട്ടിലിട്ട് 15 വയസ്സുകാരിയെ പിഴപ്പിച്ചിട്ട് അച്ചമ്പട്ടത്തിന് കിരീടം വയ്ക്കാൻ അങ്ങ് ശീമയിലോട്ട് പോയൊരു കൊച്ചച്ഛനുണ്ട് പാലായിൽ. നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ. ആ കുഞ്ഞാട് ഇവരുടെ കുടുംബത്തിൽ നിന്നാ. ഈ നിൽക്കുന്ന കറിയാച്ചൻ സാറിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ. പിന്നൊരുത്തൻ സ്വന്തം കെട്ടിയവളെ ഉറക്കത്തിൽ റബ്ബർ ഷീറ്റിനകത്ത് പൊതിഞ്ഞു കെട്ടി അബ്കാരി മുതലാളിയുടെ ഔട്ട് ഹൗസ് വരെ നട്ടപ്പാതിരാക്കി ചുമന്നുകൊണ്ട് പോയി കാഴ്ചവെച്ചു. അതാരാന്നറിയോ? ഇയാളുടെ അപ്പൻ. അതുകൊണ്ട് ആ ചരിത്രമുള്ള കറിയാച്ചൻ ദാദാ സാഹിബിന്റെയും മോന്റെയും ചരിത്രം എഴുതാൻ നാരായം എടുക്കണ്ട. ഇസ്ലാമിന്റെ മാനം കെടുത്താൻ ജനിച്ച ഈ ദജ്ജാലിന്റെ മൂടും താങ്ങി ആയുസ് കൊടുക്കുകയുള്ളൂ താൻ. പക്ഷേ അതിനി ഏറെ നാളില്ല. ഒന്ന് നിക്കുന്നേ. പോലീസ് സൂപ്രണ്ടിനെ MLAയും പരിപാടിയും നിർത്തി വേർപ്പിച്ചിട്ട് നീ അങ്ങ് ഷൈൻ ചെയ്യലോടാ മോനെ. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പോയാലോ? ഈ കറിയാച്ചനും ഇത്തിരി സമയം താ. കള്ള പൊലയാടി മോനെ.
അവന്മാര് ചത്തുപോകും. വാ നമുക്ക് പോവാം. കൂൾ ഡ്രിങ്ക്സ്, ആ കൂൾ ഡ്രിങ്ക്സ്. അയ്യോ മോള് ഇത് കുടിക്കണ്ട, ഇത് കുടിക്ക്. ഇത്തിരി കളർ വെക്കട്ടെ. കുടിച്ചോളൂ. ആ കൂൾ ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോകോള, ലിംക, കാലിക്ലാസ്, തംസ് അപ്പ്, കൂൾ ഡ്രിങ്ക്സ്. എന്തായി ചേര? ഞാൻ ആ ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരനെ ചെന്ന് കണ്ടു. ഇതുവരെ അബുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അവർക്കെല്ലാം അതിശയം. SP MLAയും ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞത്. സാഹിബ് ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഞാൻ ഓൻ്റെ അടുത്ത് പോയി കഞ്ചൊന്നുമില്ല. ജനങ്ങളെ നോക്കണ്ട MLA, നാട് കാക്കണ്ട SP കൂടെ രാജ്യത്തിന് പറ്റി കൊടുക്കാൻ കൂട്ടി നിൽക്കണമെന്നാ ഓം പറഞ്ഞത്. സംഗതി ശരിയായിരിക്കാം. പക്ഷെ നടു റോഡിലിട്ട് അവരെ തല്ലിയത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. തൽക്കാലം അബുവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നതാണ് നല്ലത്. ഞങ്ങൾ അബുവിനോട് പറഞ്ഞതാ ഐഷയുടെ കല്യാണമായിട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണപ്പന്തൽ വന്ന് അവരവനെ പിടിച്ചോണ്ട് പോയാൽ അതിലും വിഷമാവില്ലേ? എന്നാ ഈ എന്നെ പോയി അവനോടൊന്ന് പറ. ദേവാരൂട്ടി, താൻ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയോ? 2 ദിവസത്തിനകം പട്ടാളം നേരിട്ട് വന്ന് SP തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നാ എന്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമാമ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ ആയിഷമുള്ള നിക്കാഹിന് ഞാനിവിടെ വേണ്ടെന്നോ? അത് ഈ തെമ്മാടികളെ പേടിച്ച്? തെമ്മാടികളായതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമവും അധികാരമൊക്കെ അവരുടെ കയ്യിലാ. എന്ത് ചെയ്യാൻ മടി കാണിക്കല? നിക്കാഹിനെക്കാളും വലുതാണ് എനിക്ക് നിക്ക. രാത്രിയിലെങ്ങാനും വല്ല പോലീസും വന്ന് നിക്കാനെ പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ ഈ നിക്കാഹിന് സമ്മതിക്കില്ല. ചേട്ടാ, ഇത് വലിയ പുലിവാലല്ലോ. നീ കരയാതെ. രാത്രി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. എന്നിട്ട് രാവിലെ നിൽക്കാൻ മുമ്പ് എത്തിക്കോളാം. എന്താ, സമാധാനായോ? ആ, ഞാനൊന്ന് അമ്പലം വരെ പോവുക. ഇന്ന് ആറാട്ടല്ലേ? ആ, മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ട കൊടിയിറക്കും കാണണമെന്നാ. എന്നാ ആയിഷയും കൂടി വാ. ഞാൻ വരുന്നില്ല, ചേച്ചി പോയിക്കോ. എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇത് നിന്റെ അവസാനത്തെ ഉത്സവം കാണാനാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഉത്സവം ഉണ്ടാവില്ല, ആറാട്ടം ഉണ്ടാവില്ല. ചെല്ല് ചെല്ല്. പറഞ്ഞ കാര്യം മറക്കണ്ട. ആ, ഇല്ലെന്നേ. നിങ്ങൾ വേഗം അമ്പലത്തേക്ക്. ശരി, വാ കുട്ടികളെ. കർത്തവ്യത് എവിടെ നിന്നാണ് വല്ലാത്തൊരു സൈറൻ? ഇതിന്നല്ല, വാഴക്കൊലയ്ക്ക് ഗ്യാസ് ട്രബിളോ? ഇതല്ല. സൗണ്ട് വരണേന്നറിയില്ല. എന്താടാ അവിടെ ഒരു സൗണ്ട്? ഇത് എവിടെ നിന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ പാറേ മാതാവേ, മസാല കൂട്ട് വാങ്ങിച്ചപ്പോ ഒരു സെൽഫോൺ ഫ്രീ. നീ ഇറങ്ങി കൊണ്ടുവന്നേ. ദവന്മാരതായിരിക്കും. എന്താ, എന്തേ നീ? ഇതാരിന്റെയാണ് ഫോണ്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബാ? 9:30 പൊട്ടും. ഏതോ സപ്പറിന്റെ മെസ്സേജാ. MLA മുഹമ്മദ് കുട്ടി. ഈ നേരാണ് ഈ പറയണത്? ആയിരിക്കും. ഒന്നിനും മടിക്കാത്ത ദുഷ്ടക്കൂട്ടങ്ങൾ അവര്. എങ്ങോട്ടാടാ നീ ഓടുന്നത്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 9:30 മണിക്ക് പൊട്ടിത്തെറിക്കും. പൊന്ന കഴിവറ മോനെ, ഇതിനിടയ്ക്ക് നീ അതും പഠിച്ചോ? കോപ്പേ, ഈ ഫോണിൽ പറഞ്ഞതാ. തന്റെ കുട്ടി സാഹിബിന്റെ ഫോണാ ഇത്. എന്തെന്ന് സെർച്ച് ചെയ്യാനാണ്ടോ? അമ്പലപ്പറമ്പിൽ മനുഷ്യന്മാര് ബന്ധു ബെണ്ണീരാകാൻ പോണ്. അന്ന ബൈലെടുത്ത് അച്ഛൻ എന്റെ മോനെ വേണേ ഈ കൊണ്ടുവയ്ക്കോ. അതിനു മുമ്പ് ആ ബോംബ് പൊട്ടാണ്ടിരിക്കുന്ന ബൈ നോക്കി എങ്ങായി. പുല്ലേ, ബോംബും വെടിയൊക്കെ പൊട്ടു നോക്കാൻ അവിടെ പോലീസുകാരുണ്ട്. താനും മോനും കൂടി വലിയ ഏമാൻ കളിയൊന്നും വേണ്ട. ഇയാളെ പിടിച്ച് ജീപ്പിൽ കയറ്റോ. എന്തിന്? എന്താ എന്റെ പേരിലെ കേസ്? കേസ് അറിഞ്ഞാൽ താൻ ജീപ്പിൽ കയറത്തോളല്ലയോ? അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ധൈര്യം ഉണ്ടെ കൊണ്ടുപോ, കാണട്ടെ. ധൈര്യം ഞാൻ കാണിക്കാണ് പുല്ലേ. താൻ കിട്ടി. ഇത് ചതിയാണ്. അതേ, മണി 9:20. 10 മിനിറ്റ് കൂടി ഉള്ളൂ.
ആൾക്കാരോട് പുറത്തേക്ക് വിൽക്കോളാൻ പറയൂ. ശരി. സ്വാമി ആശ്രമത്തിലേക്കാണോ? അല്ല, ഉത്സവ കമ്മിറ്റി ഓഫീസ് കാണും. സ്വാമി ഇവിടെ തന്നെ ഉണ്ടാകണം. കല്യാണത്തിന്റെ തലേന്ന് തന്നെ വേണമായിരുന്നോ ഈ അടിയും വേളവും? ഒരു കാര്യം ചെയ്യും, അബുവിനോട് എന്റെ വീടോട്ട് വരാൻ പറ. അവിടെ ആകുമ്പോൾ ആരും സംശയിക്കില്ല. വേണ്ട, സാഹിബ് ഇപ്പൊ അയാളെ കൊണ്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാവും. അബു വരുന്നു. ഡോക്ടർ അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരോടും മാറിക്കോളാൻ പറ. ബോംബോ? ഞാൻ പറയുന്നത് സത്യമാണ്. ശേഖരമാമേ, ആയിഷാദ്രൊക്കെ എവിടെ? അയ്യോ എന്റെ ഭഗവതി! ആനക്കുട്ടിലും ചുറ്റമ്പലത്തിന് ബോംബുണ്ട്, എല്ലാവരും ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, ബോംബ് വെച്ചിട്ടുണ്ടേ. സ്വാമി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിലും ബോംബ് വെച്ചിട്ടുണ്ട്, ആൾക്കാരോട് ഓടി മാറാൻ പറ. ഞാൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ക്ഷേത്രത്തിനകത്ത് ബോംബോ? തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരും ഓടിക്കോ. പടച്ചവനെ വിചാരിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. പടച്ചോനല്ല, ഇവിടെ ഭഗവതിയാ. ഒരു മുസൽമാനായ താനീ ക്ഷേത്രത്തിൽ ഉത്സവം മുടക്കാമെന്നാണല്ലേ? ഇവനെ അകത്തേക്ക് വിടരുത്. മോനെ, നീ എന്നെ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലോടോ? നിങ്ങൾ എന്നെ വിളിക്കും, പാവങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞില്ല. ബോംബ് പൊട്ടിയല്ല.